ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കുമ്പളങ്ങ ഇട്ട മോരുകറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മോരുകറി ഉണ്ടാക്കാൻ ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും. എന്നാലും ഈ ഒരു രീതിയിൽ മോരുകറി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. അതേപോലെ തന്നെ ചോറിന് പിന്നെ വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു കറി മാത്രം മതിയാവും നമുക്ക് ചോറിനാനായിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് കുമ്പളങ്ങ ഇട്ട മോരുകറി വയ്ക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 1/2 കിലോ കുമ്പളങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുമ്പളങ്ങയുടെ ഉള്ളിലുള്ള കുരും പുറത്തത്തെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ളത് ഞാൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മഞ്ഞൾപ്പൊടി എത്രത്തോളം കളറുണ്ടോ അതിനനുസരിച്ചിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ 1 ടീസ്പൂൺ സാധാ എരിവുള്ള മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു 3 പച്ചമുളക് നടുവ് കീറിയിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാന്താരി മുളക് ഉണ്ടെങ്കിൽ എന്തായാലും കാന്താരി മുളക് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ വീട്ടിലുണ്ടാവുന്ന മുളകൊക്കെ ഉണ്ടെങ്കിൽ അതെന്തായാലും ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതായത് ഇത് മുങ്ങി നിൽക്കുന്ന അത്രയൊക്കെ ആയിട്ട് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഗ്യാസ് അടുപ്പിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിവിടെ ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെയാണ് കുമ്പളങ്ങ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ കുമ്പളങ്ങ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കുമ്പളങ്ങ വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് നാളികേരം ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് നാളികേരം ചിരകിയിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം, അതായത് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. അപ്പോൾ ഞാനൊരു 3 വലിയ പച്ചമുളക് ഒന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ കാന്താരി മുളകോ അല്ലെങ്കിൽ വീട്ടിലുണ്ടാവുന്ന മുളകോ ഉണ്ടെങ്കിൽ എന്തായാലും അത് തന്നെ ഇട്ട് കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പച്ച കുരുമുളകാണ്. അതൊരു 15-20 മണിയൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുക. പച്ച കുരുമുളക് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ മോരുകറിക്ക് ഉണ്ടാവുക. നിങ്ങൾ ഇതുവരെയ്ക്കും പച്ച കുരുമുളക് അരച്ചിട്ട് മോരുകറി വെച്ചിട്ടില്ലെങ്കിൽ എന്തായാലും പച്ച കുരുമുളക് ഇട്ട് കൊടുത്തിട്ടൊന്ന് വെച്ച് നോക്കുക. പിന്നെ ഞാനിതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു 1/4 ടീസ്പൂൺ മാത്രം കുരുമുളക് പൊടി മതിയാവും. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇതൊന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ വെള്ളം പോരായി തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി അരച്ചെടുത്താൽ മതിയാവും. ഇപ്പോൾ ഞാനിവിടെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് ഒരു മീഡിയം പുളിയൊക്കെയുള്ള, നല്ല പുളി കുറവുമില്ല എന്നാൽ നല്ല പുളിയും ഇല്ലാത്ത ഒരു തൈര് 1.5 കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പുളി കുറവുള്ള തൈരാണെങ്കിൽ 2 കപ്പ് ഇട്ട് കൊടുക്കേണ്ടി വരും. അതുപോലെ നല്ല പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ 1 കപ്പോളം മതിയാവും. അപ്പോൾ തൈര് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 വട്ടം ഒന്ന് അടിച്ചു കൊടുക്കുക. അതായത് ഒരു 4-5 സെക്കൻഡ് വെച്ചിട്ട് 2 വട്ടം ഒന്ന് അടിച്ചെടുത്താൽ മതിയാവും. ഒരുപാട് നേരം അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ തൈരിൽ എന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നന്നായി മിക്സായി വരാൻ വേണ്ടി മാത്രമാണ്. ഇപ്പോൾ ഇതിവിടെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ ഇവിടെ കുമ്പളങ്ങ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വെള്ളം മതിയാവും. ഒരുപാട് വെള്ളം കൂടുതലുണ്ടെങ്കിൽ നമ്മളതൊന്ന് വറ്റിക്കണം. കാരണം നമ്മൾ തൈര് ഒഴിക്കുമ്പോൾ തൈര് നാളികേരം കൂടിയിട്ട് അരച്ചെടുത്തത് ഒഴിക്കുമ്പോൾ ഒരുപാട് ലൂസായി പോകും. അതുപോലെ തീരെ വെള്ളം ഇല്ലെങ്കിൽ ഒരുപാട് കട്ടിയായിട്ട് പോകും. അപ്പോൾ ഇത്രയും വെള്ളം നമുക്ക് എന്തായാലും വേണം. ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ലോയിൽ വെച്ച് കൊടുക്കുക. കാരണം ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും തിളയ്ക്കാനായിട്ട് പാടില്ല. തിളച്ച് കഴിഞ്ഞാൽ ആകെ പിരിഞ്ഞ പോലെയാവും. അതിനുശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതേപോലെ ചെറിയ പൊടിത്തളകൾ വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. കാരണം ഒരുപാട് നേരിട്ട് ഇത് തിളയ്ക്കാനായിട്ട് പാടില്ല. അപ്പോൾ കറിയുടെ ടേസ്റ്റും മാറും. അതുപോലെ കറി ഒരു പിരിഞ്ഞ പോലെയാവും ഇരിക്കുക. ഇതിലേക്ക് നമുക്ക് കടുക് വറുത്തിടാം. അപ്പോൾ അതിനുവേണ്ടി ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ടിട്ടൊന്ന് പൊട്ടിക്കാം. ഇനി നമുക്ക് 2-3 വറ്റൽമുളക് കൂടിയും ഒന്ന് പൊട്ടിച്ചിടാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് 2 നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കറിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒപ്പം തന്നെ 2 നുള്ളു മുളകും പൊടി കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കറിക്ക് നല്ലൊരു കളർ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ ഇതിടാനായിട്ട് പാടുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പോവും. അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ കറിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇട്ട് നന്നായി ഇളക്കണ്ട, ഒന്ന് മൂടി വയ്ക്കുക കുറച്ച് നേരം. അതിന് ശേഷം എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കുമ്പളങ്ങ മോരുകറിയാണിത്. ചോറിനാണ് ഇത് ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ചാനൽ പുതിയതായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.